അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആഴ്ച ലജ്ന ഇമാഇല്ല ജർമ്മനിയുടെയും ഖുദ്ദാമുൽ അഹ്മദിയ ജർമ്മനിയുടെയും ഇസ്തിമാ നടന്നു. എല്ലാ വർഷത്തെ പോലെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയാൻ ഇത് കാരണമായി. എനിക്ക് വരുന്ന ഖുദ്ദാമിന്റെയും മഹിളകളുടെയും കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവരിലെ സൽപ്രകൃതത്തെ തട്ടി ഉണർത്തിയിരിക്കുകയാണ് എന്നാണ്. ഇതാണ് ഒരു അഹ്മദിയുടെ ഗുണം. ഇത് തന്നെയാണ് ആകേണ്ടതും. അല്ലാഹു തആലയുടെ സക്കിർ എന്ന കൽപ്പന പ്രകാരം അവരെ ഉപദേശിക്കുമ്പോൾ, അവരെ ഉണർത്തുമ്പോൾ അവർ അത് ശ്രദ്ധിക്കുന്നു. ജമാഅത്തിലെ വലിയൊരു വിഭാഗം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഉപദേശിക്കുമ്പോൾ വിശ്വാസികളുടേതായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു ചുവടെ പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുന്നു. അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ സുക്കിറു ബി ആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മ വഉമ്യാന. അവർ അവരുടെ നാഥന്റെ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ബധിരരെയും അന്ധരെയും പോലുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. എന്താണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറയുകയില്ല. അവിടെ എന്താണ് നടന്നതെന്നും ഏതൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ഞങ്ങൾക്കറിയില്ല എന്നും അവർ പറയില്ല. അവർ ബലഹീനരാണെങ്കിൽ അവർക്ക് ലജ്ജയും നാണവുമാണ് ഉണ്ടാവുക. നന്മയിൽ മുന്നേറാനുള്ള ശ്രമം നേരത്തെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ മുമ്പത്തേക്കാൾ ഉപരി അവർ പരിശ്രമിക്കുന്നു. ഈ ഇസ്തിമായിൽ ജമാഅത്തിന്റെ പകുതി ഹാജർ നില ഇരുഭാഗത്തുമുണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തങ്ങളിൽ ഒരാത്മപരിവർത്തനം വരുത്തുകയാണെങ്കിൽ ലോകത്ത് ഏതൊരു വിപ്ലവം കൊണ്ടുവരാനാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നത്, അതിൽ ഇക്കൂട്ടർ സഹായികളായി വർത്തിക്കുന്നതായിരിക്കും. ഭൂരിഭാഗവും എന്ന് ഞാൻ പറയാൻ കാരണം, ചിലർ ഇത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താറില്ല. എന്നാൽ ആരിലെല്ലാം ഇത് സ്വാധീനം ചെലുത്തുകയും അവർ ഒരാത്മപരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ടോ, അതേപോലെ എനിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ടോ, അവരെല്ലാവരും ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ ഇക്കാര്യങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, കീഴ്ഘടകങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, കുറച്ചു സമയം കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും ആവേശവും ലജ്ജയുടെ പ്രകടനവും എല്ലാം മങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് കീഴ്ഘടകങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്തിമായിൽ നേരിട്ട് പങ്കെടുക്കുന്നവരും MTA-യിലൂടെ കാര്യങ്ങൾ കേട്ടവരും വല്ല സ്വാധീനവും അവരിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ലോകം പഴുത്തിരിക്കുകയാണ്. അതിനെ ഇക്കാലത്ത് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയെ ഏതൊരു പ്രകൃതം ഇവിടെ സ്ഥാപിക്കാനാണോ അയച്ചിരിക്കുന്നത്, ആ പ്രകൃതത്തിലേക്ക് ഇപ്പോൾ അതിനെ മാറ്റുക. MTA-യിലൂടെ കേൾക്കുന്നവരെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അവരിൽ നിന്നും അവരുടെ വികാര പ്രകടനത്തിന്റെ കത്തുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ചില കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അത്ഫാൽ താങ്കളുടെ പ്രസംഗങ്ങൾ കേട്ടു. 10ഉം 11ഉം വയസ്സുള്ള കുട്ടികളുടെ മുഖങ്ങളിൽ ലജ്ജ പ്രകടമായിരുന്നു. ഒരു കുട്ടിയുടെ മാതാവ് എന്നോട് പറഞ്ഞു, എന്റെ മകൻ ഹുസൂറിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലജ്ജിച്ചുകൊണ്ട് തന്റെ മുഖം പൊത്തിപ്പിടിച്ചു. കാരണം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഹുസൂർ പറയുന്നുണ്ട്. ടിവിയിൽ എന്നെ കണ്ടുകൊണ്ടാണ് ഹുസൂർ ഇത് പറയുന്നത്. അതുകൊണ്ട് എന്നെ ഹുസൂർ കാണാതിരിക്കാനാണ് ഞാൻ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് അവൻ പറയുകയുണ്ടായി. ഈ ഒരു സൽപ്രകൃതമാണ്, ആത്മാവാണ് ഇന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലെ കുട്ടികളിൽ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപദേശിച്ചു കഴിഞ്ഞാൽ അന്ധരും ബധിരരും പോലെ കടന്നുകളയുന്നില്ല, മറിച്ച് ലജ്ജിച്ചുകൊണ്ട് തന്റെ ഇസ്ലാഹിനു വേണ്ടി പരിശ്രമിക്കുന്നു. ചിലർ തങ്ങളുടെ മൊബൈൽ ഫോൺ നിർത്തിവച്ചിരിക്കുകയാണ്. ചില കുട്ടികൾ സ്കൂളിൽ ഇരുന്ന് പഠനത്തിൽ ശ്രദ്ധ നൽകുന്നതിന് പകരം ഇന്റർവെല്ല് കിട്ടിയാൽ മൊബൈൽ ഫോണിൽ വല്ല ഗെയിമും കളിക്കാം എന്നാണ് അവരുടെ ചിന്തയുണ്ടാവുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഫോണുകളിൽ ലഭിക്കുന്ന വ്യർത്ഥമായ കാര്യങ്ങളിൽ വല്ലതും ചെയ്യാൻ സമയം പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അവർ. എന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതെല്ലാം വ്യർത്ഥമായ കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ ഇതിനി ഉപയോഗിക്കുന്നതല്ല, ഈ ഗെയിമുകൾ ഇനി ഞങ്ങൾ കളിക്കില്ല. ഈ കളികൾ ആരോഗ്യമുണ്ടാക്കുന്നതല്ല, മാത്രമല്ല ബുദ്ധിപരമായ വ്യായാമവും ഇത് മുഖേന ലഭിക്കുന്നില്ല, മറിച്ച് ഒരു ലഹരിയാണിത്. അങ്ങനെ ഇതിൽ മാത്രം കുട്ടികൾ മുഴുകിപ്പോകുന്നു. ഒരു ഭ്രാന്താണ് ഇതിൽ. ഇതെല്ലാമാണെങ്കിൽ കൂടി നമുക്ക് ഇതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുവാൻ സാധ്യമല്ല. കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരും മുതിർന്നവരും അവരുടെ അവസ്ഥ തിരിച്ചറിയേണ്ടതാണ്. സ്ഥിരതയോടുകൂടി ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. ഇതേപോലെ മാതാപിതാക്കൾ കുട്ടികളെ സ്ഥിരമായി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുട്ടികൾ തങ്ങളിൽ ഒരു നല്ല ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ തന്റെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റുക. ചുറ്റുപാടിന്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടു പോകരുത്. ഓർക്കുക, താൽക്കാലിക സന്തോഷം നമുക്ക് സന്തോഷം പകരുന്നതല്ല. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ നന്മകളും നമ്മിലുണ്ടായിട്ടുള്ള പരിശുദ്ധ മാറ്റങ്ങളും നമ്മിൽ സ്ഥായിയായി നിലനിൽക്കുന്നതായി തീരുന്നില്ലയോ, അതുവരെ നമുക്ക് സ്വസ്ഥതയോടെ ഇരിക്കാൻ കഴിയില്ല. നാം സ്ഥിരമായി നമ്മുടെ ആത്മപരിശോധന നടത്തുന്നില്ലെങ്കിൽ മഹത്തായ വിപ്ലവത്തിന്റെ ഭാഗമായി നമുക്ക് മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇസ്തിമായിലും ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഉന്നത സ്ഥാനം കരസ്ഥമാക്കുക എന്നത് മുമ്പത്തെക്കാളുപരി നമ്മെ വ്യാകുലപ്പെടുത്തുകയെന്നതായിരിക്കണം. അത് ജമാഅത്ത് അംഗങ്ങളിലും കീഴ്ഘടകങ്ങളിലും ജമാഅത്തിന്റെ നിസാമിലും കൂടുതൽ ഉത്തരവാദിത്തമാണ് ഇട്ടുകൊടുക്കുന്നത്. ഇപ്രാവശ്യം ലജ്നകൾക്കായുള്ള എന്റെ പ്രഭാഷണ വേളയിൽ മഹിളകളും പെൺകുട്ടികളും എന്റെ പ്രസംഗം സശ്രദ്ധം കേട്ടു എന്നത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. സ്ത്രീ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് പൊതുവിൽ ഞാൻ കഴിവതും 40-45 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം ലജ്ന ഇമായില്ല ഇസ്തിമായിൽ ഞാൻ സമയം നോക്കിയപ്പോൾ 1.25 മണിക്കൂർ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും സമയത്ത് ചെറിയ പെൺകുട്ടികളും യുവതികളും മുതിർന്ന സ്ത്രീകളും എല്ലാം വളരെ ശ്രദ്ധാപൂർവം എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരിൽ സ്വാധീനം ചെലുത്തുന്നതായി അള്ളാഹു മാറ്റട്ടെ. ഇവ അവരിൽ സ്ഥായിയായ സ്വാധീനം
ഇടുമാറാകട്ടെ. ഞങ്ങളുടെ ഇസ്തിമ വളരെ നന്നായി, ഞങ്ങൾ വളരെയധികം പ്രശംസിക്കപ്പെട്ടു എന്നതിൽ മാത്രം ലജ്ന പ്രവർത്തകർ ഒതുങ്ങാതെ സ്ഥിരവും നിരന്തരവുമായ പ്രവർത്തനങ്ങൾക്കായി ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ലായ അമലിൽ ചേർക്കുക. ഭാരവാഹികൾ സ്വയം ആത്മപരിശോധന നടത്തുക, മെമ്പർമാരെയും പരിശോധിക്കുക. അപ്പോൾ മാത്രമാണ് നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായികളായി തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞ ആ ഗണത്തിൽ നാം ഉൾപ്പെടുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എന്റെ ഉമ്മത്ത് അനുഗ്രഹീത ഉമ്മത്താണ്. ഇതിന്റെ ആദ്യത്തേതാണോ ഉത്തമം, അതല്ല അവസാനത്തേതാണോ ഉത്തമം എന്ന് പറയാൻ കഴിയില്ല. അതായത് രണ്ട് കാലഘട്ടവും വളരെ മഹത്വമുള്ളതായിരിക്കും. ഈ അവസാന കാലഘട്ടം ഏതാണ്? ആ കാലഘട്ടത്തെ ആദ്യ കാലഘട്ടവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യം ചെയ്തിട്ടുണ്ട്. ഈ അവസാന കാലഘട്ടം എന്നത് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ആഖിരീങ്ങളുടെ കാലമാണ്. ആ കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയും സത്യസന്ധനായ ശിഷ്യനും പ്രത്യക്ഷപ്പെട്ട് ആഖിരീങ്ങളെ അവ്വലീങ്ങളുമായി യോജിപ്പിക്കുന്നതാണ്. ദീനിനെ സുരയ്യയിൽ നിന്നും തിരിച്ചുകൊണ്ടുവരുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തെ ലോകത്ത് സ്ഥാപിക്കുന്നതാണ്. നഊദു ബില്ലാഹ്, വരുന്ന പ്രവാചകൻ സ്ഥാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാനമായിരിക്കുമെന്ന് ഒരിക്കലും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ഇവർ രണ്ടുപേരിൽ ശ്രേഷ്ഠൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിൽ പ്രയാസമായിരിക്കും എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അതൊരിക്കലും ശരിയല്ല. ഒരാൾ യജമാനനും ഒരാൾ അടിമയുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്റെ കാലഘട്ടത്തിൽ ഹിദായത്തിന്റെ പ്രകാശം ഞാൻ ലോകത്ത് വ്യാപിപ്പിച്ചതുപോലെ ഇനിയൊരു അന്ധകാര കാലഘട്ടം വരും. അന്ന് ആ വ്യക്തി ഹിദായത്തിന്റെ പ്രകാശം ലോകത്ത് പരത്തുന്നതാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് മുസ്ലിമിൽ വന്ന ഒരു ഹദീസ് പ്രകാരമാണ്. ഹദ്റത്ത് ഇമ്രാൻ വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എന്റെ കാലത്തുള്ളവരാണ് ഉത്തമ സമുദായം, പിന്നെ അതിനുശേഷം വരുന്നവർ. ഇമ്രാൻ പറയുന്നു, ഇത് തിരുനബി 2 പ്രാവശ്യമോ അതോ 3 പ്രാവശ്യമോ പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർക്ക് ശേഷം ഒരു കൂട്ടർ വരുന്നതാണ്. അവർ വിളിക്കപ്പെടാതെ സാക്ഷ്യം പറയും, വഞ്ചകരായിരിക്കും, മതകാര്യങ്ങൾ കഴിയും, നീർച്ച നേർന്നാൽ അത് പൂർത്തിയാക്കുകയില്ല, ഉടമ്പടികൾ പാലിക്കുകയില്ല, സുഖാഡംബരം കാരണം തടിച്ചു കൊഴുത്തവരായിരിക്കും അവർ. മറ്റു ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നത്, ഇങ്ങനെയുള്ളവർക്ക് ശേഷം ഒരു കാലഘട്ടം വരും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു കാലഘട്ടം വരും, അന്ന് മുസ്ലിം സമുദായത്തെ മൂടിയിരിക്കുന്ന മേഘപടലം നീങ്ങിപ്പോകുന്നതാണ്. അതിൽ ആഖിരീങ്ങളിൽ അള്ളാഹു നിയോഗിക്കുന്ന വാഗ്ദത്ത മഹദി വെളിപ്പെടുകയും അദ്ദേഹം എല്ലാ സ്ഥലത്തും പ്രകാശ ഗോപുരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. ഹിദായത്തിന്റെ മാർഗം പ്രചരിപ്പിക്കാനായി എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം അതിനുള്ള വഴികൾ ഒരുക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായ മതം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സർവ സമ്പൂർണതയിൽ എത്തിയിരിക്കുന്ന ആ ഹിദായത്ത് വിവിധ വാർത്താ മാധ്യമങ്ങളും സൗകര്യങ്ങളും ഒരു ഗ്ലോബൽ വില്ലേജാക്കി ലോകത്തെ മാറ്റിമറിച്ച ഇക്കാലഘട്ടത്തിൽ
പരസ്പരമുള്ള ബന്ധപ്പെടൽ സുഖകരമായ കാരണം उतरी हुई कामिल ലോകം ഒന്നടങ്കം ഒരു പട്ടണമായി മാറിക്കഴിഞ്ഞിരിക്കയാൽ इशात हो रही ഇക്കാലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇറങ്ങിയിരിക്കുന്ന സമ്പൂർണ്ണ ഹിദായത്തിന്റെ പ്രചാരണ കാലമാണ്. और मसीह തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ഹിദായത്തിന്റെ പൂർത്തീകരണത്തിന്റെ കാലമായിരുന്നു. എന്നാൽ മുഹമ്മദി മസീഹിന്റെ കാലം ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണത്തിന്റെ കാലമാണ്. या उम्मत का അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ആദ്യകാലമാണെങ്കിലും दोनों जमाने इसलिए मुबारक हैं, അവസാന കാലമാണെങ്കിലും इन दोनों जमानों का രണ്ടും അനുഗ്രഹീതമാണ്. वसल्लम की जात से കാരണം ഈ രണ്ട് കാലവും बस जब हम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. दावा करते हैं നാം നമ്മെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മിൽ ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണം എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് അർപ്പിക്കപ്പെടുന്നത്. जब हम खुद भी ഹിദായത്തിന്റെ പ്രചാരണം നടക്കണമെങ്കിൽ നാം अपने നമുക്ക് വേണ്ടി ഹിദായത്തിനുള്ള മാർഗങ്ങൾ ശരിയാക്കേണ്ടതാണ്. उस दौर की मिसालों को देखने वाले हैं നമ്മുടെ പ്രതിജ്ഞകളെ പുതുക്കിക്കൊണ്ട് के बाद सहाबा ഹിദായത്തിന്റെ പൂർത്തീകരണം നടന്നതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും अल्लाह के मुसलमानों ने अपने आप को उस हदायत और तालीम का नमूना ആദ്യകാല മുസ്ലിങ്ങളും ഇതിനായി फेल से എങ്ങനെ തങ്ങളെ മാതൃകളാക്കി മാറ്റി എന്ന് നമുക്ക് നോക്കേണ്ടതായി വരും. उनके नमूने അവർ തങ്ങളുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് ആ ഹിദായത്ത് എന്താണെന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. के आला अखलाक അവരുടെ മാതൃകൾ കണ്ടുകൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട്, അള്ളാഹുമായുള്ള അവരുടെ ബന്ധങ്ങൾ കണ്ടുകൊണ്ട്, അവരുടെ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ കണ്ടുകൊണ്ട് ഒരു കാലഘട്ടം തന്നെ അവരിൽ ആകൃഷ്ടരാവുകയുണ്ടായി. पाया जाता है ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം से पहला कि बताओ ഇസ്ലാം कौन सी വാളുകൊണ്ടാണ് പ്രചരിക്കപ്പെട്ടതെന്ന इस्लाम फैलाया गया था, ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, देते हुए फरमाया ചൈനയിൽ ഏത് സൈന്യമാണ് ആക്രമിച്ച് പ്രവേശിച്ചത്? അത് മുഖേനയാണോ ചൈനയിൽ ഇസ്ലാം പ്രചരിച്ചത്? അവിടെ വാളുമേന്തി ഇസ്ലാം പ്രചരിക്കാൻ ആരാണ് പോയിരുന്നത്? और मुबल्लिगीन പറയുന്നു, और मुख्तलिफ कामों से मुंसलिक जो सहाबा जो थे കച്ചവടക്കാരും മുബല്ലിഗുമാരും വിവിധ തരം ജോലികൾ ചെയ്തിരുന്ന സഹാബാക്കളും ताबईन जो थे അവർക്ക് ശേഷം വന്ന ആളുകളും താബിഈങ്ങളും इस्लाम का पैगाम पहुंचाया था वहाँ അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. इस तरह पहुंचाया था कि ये ताजर लोग या मुख्तलिफ कारोबारों में मुलव्वस लोग जब वहाँ गए കച്ചവടക്കാരും तो अपने മറ്റു ജോലികൾ ചെയ്യുന്നവരുമായ വ്യക്തികൾ पाक तालीम का इजहार किया അവിടെ പോയി തങ്ങളുടെ മാതൃകൾ അവർ കാണിക്കുകയും और आज चीन में അവർ സ്വീകരിച്ചിരിക്കുന്ന പവിത്രമായ അധ്യാപനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അവിടെ ഇസ്ലാം വ്യാപിച്ചത്. ഇന്ന് ചൈനയിൽ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വസിക്കുന്നതായി നാം കാണുന്നു. मिजाजी के साथ ഇവിടെ ആവശ്യം ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരവരുടെ അവസ്ഥ എന്താണെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നതാണ്. कि किस तरह हमने इस्लाम का पैगाम पहुंचाना है, किस तरह हमने സ്ഥിരചിത്തതയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. चीन की मिसाल നമുക്ക് എങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയും എന്ന്, നമ്മുടെ അവസ്ഥ എങ്ങനെ ശരിയാക്കാൻ കഴിയുമെന്നും ചിന്തിക്കുക. तबलीग करके ചൈനയുടെ ഉദാഹരണമാണ് ഇവിടെ പരാമർശിച്ചത്. അതുകൊണ്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. इशात നിർഭാഗ്യമെന്ന് പറയട്ടെ, इसलिए अल्लाह ताला ചൈനയിൽ ഇന്ന് നേരിട്ട് തബ്ലീഗ് ചെയ്ത് മുഹമ്മദി മസീഹിന്റെ സന്ദേശം എത്തിക്കുക എന്നത് പ്രയാസകരമാണ്. इस पैगाम ഇത് ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണത്തിന്റെ കാലമായതുകൊണ്ട് അള്ളാഹു സ്വയം അതിനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്നു. जर्मन जमात को ജർമ്മൻ ജമാഅത്തിന് इस्लाम का पैगाम जर्मनी में फैलाने का मौका അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം ജർമ്മനിയിൽ എത്തിക്കാൻ കഴിയുന്നതോടൊപ്പം പ്രചാരണത്തിലുള്ള വിവിധ മാർഗങ്ങൾ അള്ളാഹു നമുക്ക് 2 साल से തരികയും ചെയ്തിരിക്കുന്നു. ഒരു എക്സിബിഷൻ മുഖേന പരിചയപ്പെടാൻ हिस्सा നമുക്കവിടെ സാധിച്ചു. 2 വർഷമായി ജർമ്മനിയിൽ നിന്ന് തന്നെ ആളുകൾ പോയി എക്സിബിഷനിൽ പങ്കെടുത്തുകൊണ്ട് ജമാഅത്തിന്റെ ബുക്ക് സ്റ്റാൾ അവിടെ സംഘടിപ്പിക്കുകയും आपको मिल रहा है। ചൈനയിൽ അവരുടെ ഭാഷയെ തന്നെ സന്ദേശം എത്തിക്കുവാനുള്ള അവസരം ജർമ്മൻ ജമാഅത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പുതിയ മാർഗങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൈന ഭാഷയിൽ लेकिन अल्लाह ताला ने इसका भी पहले സാഹിത്യങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു താല ഇതിന് നേരത്തെ തന്നെ സംവിധാനം ഒരുക്കിയിരുന്നു. खूब अंजाम दे നമ്മുടെ ചീനി ഡെസ്ക് उस्मान അവരുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. और
ഉസ്മാൻ ചീനി സാഹിബാണ് അതിന്റെ ഇൻചാർജ്. और बाकी लिटरेचर भी വിശുദ്ധ ഖുർആന്റെയും ज्यादा काम हो रहा है। മറ്റ് സാഹിത്യങ്ങളുടെയും और जैसा कि പ്രസിദ്ധീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. जमात को अल्लाह ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനി ജമാഅത്തിന് ഇവയെല്ലാം അവിടെ എത്തിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ममालिक में ഇതേപോലെ मुल्कों ലോകത്തുള്ള വിദൂര നാടുകളിൽ कुरान करीम അവരുടെ ഭാഷയിൽ തന്നെ दूसरा लिटरेचर पहुंचाने की अल्लाह വിശുദ്ധ ഖുർആനും किताब फरमा रहा है। മറ്റു സാഹിത്യങ്ങളും എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. निशानी है कि किस तरह ഇക്കാലം അനുഗ്രഹീയമാണെന്നതിനുള്ള അടയാളങ്ങളാണിവ. होने में पहुंच रहा है। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഏതെല്ലാം രീതിയിലാണ് ലോകത്തിന്റെ കോണായ കോണുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക. ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരും അനുഗ്രഹീതർ തന്നെ. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. തിരുനബിയുടെ കാലം വീണ്ടും പുനഃസ്ഥാപിക്കാൻ അവർ പരിശ്രമിക്കുന്നു. की जरूरत है। അതുകൊണ്ട് इसी तौर पर ഈ കാര്യം എല്ലാ അഹമ്മദികളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താൽക്കാലികമായ വികാര പ്രകടനങ്ങൾ കൊണ്ട് കാര്യമായില്ല. फजल से जो मौके अता फरमा മറിച്ച് അള്ളാഹു തന്റെ ഫضل കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ ദൈവിക ഫضലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമാണുള്ളത്. हत्तुल मकतूल कोशिश करने की जरूरत ഇതിനായി കഴിയുന്നത്ര പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. चीन में जर्मनी की जमात को ഞാൻ പറഞ്ഞതുപോലെ का मौका मिला ചൈനയിൽ ജർമ്മൻ ജമാഅത്തിന് സന്ദേശം എത്തിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ അയൽരാജ്യത്തും സന്ദേശം എത്തിക്കാൻ തൗഫീക്ക് ലഭിക്കുന്നുണ്ട്. जज्ब करने की कोशिश करें। ഈ ദൈവിക ഫضലിനെ अगर 2-4 की തങ്ങളിലേക്ക് ആവാഹിക്കാൻ പരിശ്രമിക്കുക. तवज्जो थी ആദ്യം 2-4 പേർക്കാണ് ഇതിൽ ശ്രദ്ധ ഉണ്ടായിരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ 100ഓളം പേർക്കാണ് ശ്രദ്ധ ഉണ്ടായിരുന്നതെങ്കിൽ, लोग जज्बात का इजहार कर ഇസ്തിമാക്ക് ശേഷം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആവേശം പരിഗണിച്ചു നോക്കുമ്പോൾ पाक नमूने ആയിരക്കണക്കിന് പേർ नेक अमलों ഇതിന് തയ്യാറാകേണ്ടതാണ്. തങ്ങളുടെ പരിശുദ്ധ മാതൃകകളിലൂടെയും സൽപ്രവർത്തനങ്ങളിലൂടെയും തങ്ങളുടെ പ്രതിജ്ഞ പുതുക്കലിലൂടെയും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആഖിരീങ്ങളെ അവലീയങ്ങളുമായി കൂട്ടിച്ചേർക്കുന്ന അനുഗ്രഹീതരായ സംഘത്തിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ്. मसीह अलैहिस्सलाम के मकसद को पूरा करने അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരാണ് ഇക്കാലത്ത് അനുഗ്രഹീതരായവർ. അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് खुशखबरियां തിരുനബിയുടെ ഉമ്മത്തിനെ കുറിച്ച് നൽകിയിരിക്കുന്ന സുവാർത്തകളിൽ अता फरमाई थी। उन खुशखबरियों में एक खिलाफत की खुशखबरी भी थी। ഒന്ന് ഖിലാഫത്തിന്റെ സുവാർത്ത കൂടി ഉൾക്കൊള്ളുന്നു. हजरत सल्लल्लाहु अलैहि वसल्लम को जो आप ഈ സന്തോഷവാർത്തയിൽ जो इस खिलाफत की खुशखबरी अता फरमाई है അള്ളാഹു इसमें റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സന്തോഷവാർത്തയിൽ, ഖിലാഫത്തിന്റെ സന്തോഷവാർത്തയിൽ मरकजियत का इन्हिसार है। യഥാർത്ഥത്തിൽ അതിൽ ഒരു കേന്ദ്രീയ ശക്തി ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ वो बुनियादी अहमियत की चीज ഈ ഉമ്മത്തിന്റെ വിജയം तरक्की का मदार है। ഖിലാഫത്ത് എന്ന കേന്ദ്രവുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ ഉമ്മത്തിന്റെ വിജയസിര तो कोई करार दिया തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ശേഷം ഖിലാഫത്തെ റാഷിദയിലാണ് അർപ്പിച്ചത്. बादशाह ഖിലാഫത്തെ റാഷിദക്ക് ശേഷം സ്വേച്ഛാധിപതികളും ക്രൂരന്മാരുമായ ഭരണകർത്താക്കന്മാരെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയുണ്ടായി. അക്കാലത്ത് ഉമ്മത്തിലുള്ളവർ നിരാശരായിത്തീരും, एक अंधेरा जमाना അവർക്ക് മനപ്രയാസം നേരിടും. അത് അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടമായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം അലതല്ലുന്ന ഒരു കാലം വരും. അള്ളാഹുവിന്റെ കാരുണ്യ ദൃഷ്ടി ഈ ഉമ്മത്തിൽ വീണ്ടും പതിയുന്നതാണ്. सितम का दौर അക്രമത്തിന്റെയും മർദ്ദനത്തിന്റെയും കാലം അള്ളാഹു അവസാനിപ്പിക്കുന്നതാണ്. അന്ന് ഖിലാഫത്ത് അല മിൻഹാജ് നുബുവത്ത് സ്ഥാപിക്കപ്പെടുന്നതാണ്. അത് എന്നും നിലനിൽക്കുന്നതാണ്. दुनिया के लिए जो खैर उम्मत बनाया है മുസ്ലിം ഉമ്മത്തിനെ इसकी तजदीद ലോകർക്ക് വേണ്ടി ഉത്തമ സമുദായമാക്കിയിരിക്കുകയാണ്. അതിന് പുനർജനനം നടക്കും. तंजीमों की ഇക്കാലത്ത് വിവിധ പണ്ഡിതരും വിവിധ സംഘടനകളും की उम्मत में സമയാസമയങ്ങളിൽ ये इसलिए है ഈ ഉമ്മത്തിൽ ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനം നടത്തേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. खिलाफत के बगैर കാരണം ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പ് ഖിലാഫത്തിലല്ലാതെ സാധ്യമല്ലെന്ന് അവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
എന്നാൽ അതോടൊപ്പം കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയാണിവർ. अल्लाह ताला के फरिश्तादे को मानने को तैयार नहीं, जिसके जरिए അള്ളാഹു തആല അയച്ച खिलाफत വ്യക്തിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. बस कुरान और हदीस അദ്ദേഹം മുഖേനയാണ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. कि उम्मत की बका ഉമ്മത്തിന്റെ നിലനിൽപ്പും में से जुल्मों का खात्मा और अंधेरों का खात्मा, ഈ ഉമ്മത്തിലുള്ള उस निज़ाम को അക്രമങ്ങൾക്കും അന്ധകാരങ്ങൾക്കും അറുതി വരുന്നതും और महदी അള്ളാഹു തആല के जरिए शुरू വാഗ്ദത്ത മസീഹും മഹ്ദിയും മുഖേന സ്ഥാപിച്ചിരിക്കുന്ന ആ സംവിധാനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതിന് വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും സാക്ഷ്യം വഹിക്കുന്നു. ഇന്ന് മുസ്ലിം നാടുകളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നത് सोचो और गौर करो कि ये क्या हो रहा है तुम्हारे साथ. എന്താണ് നിങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുക എന്നാണ്. അള്ളാഹുവും അവന്റെ റസൂലും रहे हैं उसकी तरफ आओ कि यही हाल है. ഏതിലേക്കാണോ നിങ്ങളെ വിളിക്കുന്നത് അതിലേക്ക് വരിക. तुम्हारे मुल्कों के अंदर നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇത് മാത്രമാണ്. तुम्हारे मुल्कों की दौलत पर നിങ്ങളുടെ നാട്ടിനകത്തുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം ഇതാണ്. നിങ്ങളുടെ നാട്ടിലെ സമ്പത്തിലേക്കുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ തുറിച്ചുനോട്ടത്തിനും പരിഹാരം ഇത് തന്നെ. अल्लाह ताला के आए हुए मसीह और महदी को मान लो. അള്ളാഹു അയച്ച ഈ വാഗ്ദത്ത മഹ്ദി മസീഹിനെ നിങ്ങൾ അംഗീകരിക്കുക. और यही पैगाम ഈ ഒരു സന്ദേശമാണ് ലോകത്ത് നാം എത്തിക്കേണ്ടത്. यूरोप के लिए भी है, एशिया के लिए ജർമ്മനിക്കും യൂറോപ്പിനും ഏഷ്യക്കും അറബ് നാടുകൾക്കും എല്ലാം ഉള്ള സന്ദേശം ഇത് തന്നെയാണ്. ये पैगाम है. जिस तरफ അള്ളാഹുവും അവന്റെ റസൂലും आ रहे हैं उस तरफ आओ. ഏതൊന്നിലേക്കാണോ महदी നിങ്ങളെ ക്ഷണിക്കുന്നത് അതിലേക്ക് വരിക എന്നതാണ് മുസ്ലിം നാടുകൾക്കുള്ള പ്രത്യേക സന്ദേശം. ने जो വാഗ്ദത്ത മഹദിയെയും മസീഹിനെയും തിരിച്ചറിയുക और अपने അള്ളാഹുവിന്റെ കാരുണ്യമല തല്ലുകയാണ്. जो अपने प्यारे को मबूस फरमाया है, ആ ആവേശ തള്ളിച്ചയിലാണ് തന്റെ പ്രിയദാസനെ അവൻ അയച്ചിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ സഹായികളായി തീരുക. ഇതിനാണ് നിങ്ങളുടെ നിലനിൽപ്പുള്ളത്. कि मसीह मौत का पैगाम पहुंचाने से മുഹമ്മദി മസീഹിന്റെ जुल्मों का സന്ദേശം എത്തിക്കുന്ന കാരണത്താൽ വിവിധ മുസ്ലിം നാടുകളിൽ അഹമ്മദികൾ അക്രമത്തിന് ഇരയായി തീരുന്നുണ്ടെങ്കിലും ഈ ഉമ്മത്തിനോടുള്ള സഹാനുഭൂതി കാരണം ഈ സന്ദേശം അഹമ്മദികൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ताकि उम्मत की अक्सरियत ഈ സന്ദേശം യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമാണ്. उम्मत के ഈ ഉമ്മത്തിലെ അനുഗ്രഹീതരായവരുടെ കൂടെ ചേരുന്നതിന് വേണ്ടിയാണ് ഈ സന്ദേശം. ये हर अहमदी का फर्ज भी है. ഈ ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ആഖിരീങ്ങളുടെ കാര്യം कि हमें പ്രാപിക്കുകയും അങ്ങനെ ഈ ഉമ്മത്തിലെ അനുഗ്രഹീതരായവരുടെ കൂടെ ചേരുന്നതിനു വേണ്ടിയാണ്. हम में से कितने हैं जो 24 ഈ സന്ദേശം എത്തിക്കുക എന്നത് ഓരോ അഹമ്മദിക്കും നിർബന്ധമാണ്. या महीने में एक അതിനാൽ ഞാൻ പറയുന്നത് പോലെ गहरा गौर നമുക്ക് ആത്മപരിശോധന നടത്തേണ്ടതും അനിവാര്യമാണ്. करना इस्लाम की तरफ मंसूब हो. അഹമ്മദികളാണെന്ന് പറയുന്ന നാം अगर हम अपने आप को मंसूब समझते हैं ഞാൻ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി തന്നെ ബന്ധപ്പെടുത്തുന്നു എന്നും അതുകൊണ്ട് എന്നിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അർപ്പിതമാകുന്നത് എന്നും ദിവസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ ഒരിക്കലെങ്കിലുമോ ചിന്തിക്കുന്നവരായി നമ്മിൽ ആരെല്ലാമാണുള്ളത്. अखलाक के मयार क्या होने चाहिए. हम जो ये दावा करते हैं और നമ്മുടെ ആരാധനയുടെ कि हमारे अंदर खिलाफत अला मिनहाज नबूवत कायम है, നിലവാരം എത്ര കണ്ട് ഉയർന്നിരിക്കണമെന്നും हम क्या किरदार നമ്മുടെ ധാർമ്മിക ഗുണത്തിന്റെ നിലവാരം എത്രമാത്രം ഉയരണമെന്നും നാം ചിന്തിക്കാറുണ്ടോ? अल्लाह ताला के रहम ने ഞങ്ങളിൽ ഖിലാഫത്ത് അലാ മിൻഹാജ് നുബുവത്ത് ഉണ്ട് എന്ന് നാം വീരവാദം മുഴക്കാറുണ്ട്. എന്നാൽ അതിനെ സഹായിക്കാൻ എന്താണ് നാം ചെയ്യുന്നത് എന്ന് ആലോചിക്കാറുണ്ടോ? ചുരുക്കത്തിൽ നാമും इस बात की तो ഇക്കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം അലതല്ലുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പോലെയുള്ള മഹാനായ വ്യക്തിത്വത്തെ, इंसान की बैत कर लें. തിരുനബിയുടെ സത്യവാനായ പ്രേമിയെ നമ്മുടെ ഇസ്ലാഹിനായി അയക്കുകയുണ്ടായി. നമുക്ക് അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി. पहले जमाने की तरह बेहतर हो. അതുകൊണ്ട് तो आप ഈ മഹാനായ വ്യക്തിയെ ബയ്യത്ത് ചെയ്താൽ മാത്രം മതിയോ? मोहम्मदी के
मानने वाले उस അവസാന കാലവും खिलाफ के लाने का बायस बने। ആദ്യകാലത്തെ പോലെ ഉത്തമവും അനുഗ്രഹീതവുമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ തിരുനബി അർത്ഥമാക്കിയത് जमाने में മുഹമ്മദി മസീഹിനെ അംഗീകരിക്കുന്നവർ जिस तगय्युर के लाने വാഗ്ദത്ത മസീഹ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച വിപ്ലവം ഇവിടെ നടപ്പിൽ വരുത്തുന്നതാണെന്നാണ്. के बनेंगे जो आइंदा की जिंदगी ഏതൊരു മാറ്റമാണോ ഇവിടെ വരുത്താൻ മസീഹ് മൗദിനെ അള്ളാഹു അയച്ചത്, कि वो इनकलाब लाने में अपना किरदार अदा करे, ആ മാറ്റം അവർ ഇവിടെ വരുത്തുന്നതാണ്. तगय्युर लाने में അടുത്ത ജീവിതത്തിൽ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഈ ലോകത്തെ സ്വർഗം അവർ ഇവിടെ സ്ഥാപിക്കുന്നതാണ്. അതുകൊണ്ട് ആ വിപ്ലവം കൊണ്ടുവരാൻ പങ്കാളികളാകേണ്ടത് ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്തമാണ്. ഒരു മഹത്തായ മാറ്റം ഇക്കാലത്ത് വരുത്താൻ തങ്ങളുടേതായ പങ്ക് ഓരോരുത്തരും വഹിക്കേണ്ടതുണ്ട്. उस तरह ढाल लेंगे जिससे इनकलाब पैदा हो। ലോകത്ത് സ്വർഗം പടുത്തുയർത്താൻ തങ്ങളുടേതായ പങ്ക് വഹിക്കുക. ഇതിനെ നാം വിശുദ്ധ ഖുർആനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. इंशाअल्लाह ताला दुनिया हमारे पीछे आए। വിപ്ലവം സംജാതമാക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുമ്പോൾ ലോകം നമ്മുടെ പിന്നിൽ വരുന്നതാണ് തീർച്ച. हर जगह हम जुल्मों का निशाना बन रहे हैं। जब अपनी ഇന്ന് നാം ബലഹീനരാണ്. जानते हुए ബാഹ്യമായി നോക്കിയാൽ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നമുക്കൊരു വിലയുമില്ല. तो अगर इन लोगों को तौफीक എല്ലാ സ്ഥലത്തുനിന്നും അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. एक दिन मसीह मोहम्मदी അതുകൊണ്ട് നമ്മുടെ ബയ്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരാവേശത്തോടുകൂടി നാം എഴുന്നേൽക്കുകയാണെങ്കിൽ अपनी ഇന്ന് ഇക്കൂട്ടർക്ക് हर अहमदी തൗഫീഖ് ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെ നാളെ ഇവരുടെ മക്കൾ മുഹമ്മദി മസീന്റെ ശിഷ്യരായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ബയ്യത്തിന് അനുഗുണമാക്കി മാറ്റാൻ ഓരോ അഹമ്മദിയെയും പരിശ്രമിക്കേണ്ടതാണ്. समझते हैं ഈ പാശ്ചാത്യ നാടുകളിൽ और जल्द ഭൗതികമായ സുഖാഡംബരങ്ങളിൽ മുഴുകിപ്പോകരുത്. तो इस असर को ഈ ഇസ്തിമാവും ജൽസയും എല്ലാം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ സ്വാധീനത്തെ താൽക്കാലികമാക്കി മാറ്റരുത്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർ ജമാഅത്തിലുണ്ട്. की रूह को समझकर करते हैं। അവർ തങ്ങളുടെ നഫ്സിന്റെ കുർബാനി വരെ ചെയ്യുന്നവരാണ്. അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. യുവാക്കളിലും പുരുഷന്മാരിലും സ്ത്രീകളിലും ഇങ്ങനെയുള്ളവരുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വഖഫെ നൗവിലെ യുവാക്കളെ കുറിച്ചാണ് ചിന്ത ഉണ്ടായിരുന്നത്. അവർക്ക് വഖഫെ നൗ എന്താണ് എന്ന് പോലും അറിയില്ലായിരുന്നു. बाकी कोई मकसद नहीं है। യുവാക്കളായി കഴിഞ്ഞു അവർ മനസ്സിലാക്കിയത് ജാമ്യയിൽ പോയാൽ മാത്രമാണ് വഖഫെ നൗവിൽ അംഗം എന്നാണ്. कहाँ गया वाक़फ़े नो മറ്റുള്ളവർക്ക് ഒരു ലക്ഷ്യവും ഇല്ല हमें मिल गया। എന്നവർ ധരിച്ചു വെച്ചു. അങ്ങനെ അവർ അവരുടേതായ ജോലി തുടങ്ങി. വഖഫേനോ കുട്ടികൾ എവിടെ പോയെന്ന് കേന്ദ്രത്തിന് പോലും അറിയില്ലായിരുന്നു. വഖഫേനോ എന്ന പേര് ഞങ്ങൾക്ക് ലഭിച്ചു, അത് മതി എന്നവർ കരുതി. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, ഈ പഠനം ഞങ്ങൾ കേന്ദ്രത്തിനോട് ഉസൂറിനോട് ചോദിച്ചാണ് നടത്തുന്നത് എന്ന്. ഈ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായും ജമാഅത്തിനായി ഞങ്ങൾ ഹാജരാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ ഒരു വികാരം ഉണ്ടാകുന്നതും അള്ളാഹുവിന്റെ ഫضل കൊണ്ടാണ്. ഇങ്ങനെയുള്ള गलत बातों से ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ട് തങ്ങളെ തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം പവിത്രമാക്കി വെക്കാൻ ശ്രമിക്കുക. ഇവർ പവിത്രമാക്കി വെക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. तो कल ही एक खातून ഇനി ധനത്യാഗ രംഗം എടുത്തു പരിശോധിക്കുക. रात को मुझे ഇന്നലെ ഒരു മഹിള വന്ന് कि मैंने जमात को देने का अहद किया, സ്വർണ്ണാഭരണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ എനിക്ക് നൽകുകയുണ്ടായി. बावजूद मेरे इस कहने എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ ജമാഅത്തിന് നൽകുമെന്ന് നിയ്യത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇനി എനിക്ക് ഹറാമാണ്. നിങ്ങൾക്ക് വേണ്ടി അല്പം മാറ്റിവെക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എന്റെ നാഥനോട് ഏതൊരു പ്രതിജ്ഞയാണോ ചെയ്തത് അത് പൂർത്തിയാക്കുന്നതിൽ എന്നെ തടയരുത് എന്നാണ്. वसलाम ने अपनी जमात के ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിലുള്ള ये लोग വ്യക്തികളിൽ ഉണ്ടാക്കിയ വിപ്ലവങ്ങളാണിത്. खुशबू खुजू दिखाने वाले हैं। ഇവർ ഇബാദത്തിൽ ईद के दूसरे अकाम में भी ഭയഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്. चाहे वो कारोबारी मामलात हों, ശരീഅത്തിന്റെ മറ്റ് കൽപ്പനകൾ പാലിക്കുന്നവരാണ്. ताकि घर ബിസിനസ്സിലാണെങ്കിലും मुआशरा भी जन्नत नज़ीर बन जाए। ഗാർഹിക കാര്യങ്ങളിലാണെങ്കിലും ശരി, इस जमाने में
വീടും സമൂഹവും എല്ലാം സ്വർഗതുല്യമാക്കി തീരുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത്. नेकियों का जारी कर ഭൗതികതയും उन्हें जारी रख സ്വച്ഛയും കൊടികുത്തി വാഴുന്ന ഇക്കാലത്ത് मांगना। നന്മ തുടങ്ങുകയും അത് തുടർന്നുകൊണ്ടേ പോവുകയും और जैसा कि അതിൽ സ്ഥിരചിത്തരായിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതും അള്ളാഹുവിന്റെ പ്രീതിക്ക് തീർച്ചയായും കാരണമായി തീരുന്നതാണ്. मैंने होनी चाहिए। ഇങ്ങനെ വിപ്ലവം വരുത്തിയവരുണ്ട്. ഭൂരിഭാഗവും ഇങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. मुआशरा अल्लाह ताला की जन्नतों का वारिस എന്നാൽ മാത്രമേ ना रहे നമ്മുടെ സമൂഹം ഒന്നടങ്കം और आइंदा दुनिया में भी ഈ ലോകത്തും പരലോകത്തും के लिए സ്വർഗീയമായ അവസ്ഥ കൈവരിക്കുകയുള്ളൂ. कि उस जमाने में जन्नत करीब कर വാഗ്ദത്ത മസീഹിന്റെ കാലത്തെക്കുറിച്ച് शीर में अल्लाह ताला फरमाता है। അന്ന് സ്വർഗം സമീപസ്ഥമാകുന്നതാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. और जो വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, വൈസൽ ജന്നത്തു ഉസ്ലിഫത്ത്, जो मसीह माऊद സ്വർഗം സമീപസ്ഥമാക്കപ്പെടുന്നതാണ്. इस करीब की हुई जन्नत മസീഹ് മൗഇദിന്റെ ബൈഅത്തിൽ വന്ന് സമീപസ്ഥമാക്കപ്പെട്ട സ്വർഗത്തിൽ നിന്നും ഫലമെടുക്കുന്നവർ അനുഗ്രഹീതരാണ്. इस इनाम से भरपूर फायदा नहीं उठा എന്നാൽ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം വേണ്ടും വിധം പ്രയോജനപ്പെടുത്താത്തവർക്ക് അഹോ കഷ്ടം. कि अल्लाह ताला ने ये नहीं फरमाया कि सिर्फ एक ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, की मुकम्मल നിങ്ങൾ ഏതെങ്കിലും ഒരു നന്മ മാത്രം ചെയ്തതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാ നന്മകളും ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. पर पड़े। എന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്നേഹദൃഷ്ടി अल्लाह ताला के प्यार की नजर നിങ്ങളിൽ പതിയുകയുള്ളൂ. അതുകൊണ്ട് तमाम अमाल അള്ളാഹുവിന്റെ സ്നേഹദൃഷ്ടി കരസ്ഥമാക്കുന്നതിനായി നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. गई है। എന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മുടെ സമീപസ്ഥമാക്കിയിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇക്കാലത്ത് ഇമാമിനെ അംഗീകരിച്ചവരാണ് നാം. बाद अदा करने की तरफ അദ്ദേഹം തഖ്വയിൽ ചരിക്കുന്നതിലേക്കും हमारी रहनुमाई कर സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും കടമകൾ പാലിക്കുന്നതിലേക്കും വിവിധ രീതിയിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. वली और पीर बन നമ്മളെ വഴികാട്ടിക്കൊണ്ട് പറയുന്നു, और पीर परस्त നിങ്ങൾ വലിമാരും പീറുമാരും ആയിത്തീരുക, വലി പൂജകരും പീർ പൂജകരും ആകരുത്. ഇക്കാലത്തെ പീർമാർ ख्वाहिश रखते हैं മതത്തെ പരിഹാസപാത്രമാക്കിയിരിക്കുകയാണ്. कि वली और पीर ഇവിടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നാം ഓരോരുത്തരോടും പീറും വലിയുമായി തീരുവാനാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഇത് വലിയൊരു കാര്യമാണ്. ഓരോരുത്തർക്കും വലിയുള്ള ആകാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിനെ പരിഹാസപാത്രമാക്കിയ ഇക്കാലത്തെ വ്യാജ വലിമാരെ പോലെയാകരുത്. അവർ ജനങ്ങളെ തെറ്റായ വഴിയിലൂടെ നടത്തി സ്വർഗത്തിന്റെ മോഹന വാഗ്ദാനങ്ങൾ നൽകി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറയാറുള്ള ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. खलीफा अव्वल ने അദ്ദേഹത്തിന്റെ ഒരു സഹോദരി ഏതോ പീറിന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടവളായിരുന്നു. दुनिया ഖലീഫ അവ്വൽ തന്റെ സഹോദരിയോട് പറഞ്ഞു, നീയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുക, അഹമ്മദിയായി തീരുക. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അഹമ്മദിയാകേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ ഇന്ന പീർ സാഹിബിനെ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരാളാണ്. नेकियां करने की जरूरत नहीं। അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിനക്കൊരു നന്മയും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. നീ എന്റെ ശരിയായ ശിഷ്യയായതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നിനക്ക് ചെയ്യാവുന്നതാണ്. ഒരു നന്മയും ചെയ്യേണ്ട ആവശ്യമില്ല. गोया നിങ്ങളുടെ എല്ലാ പാപവും ഞാൻ വഹിച്ചിരിക്കുന്നു. इन मुसलमान ഇവിടെ ക്രിസ്ത്യാനികൾ സമർപ്പിക്കുന്ന പാപപരിഹാര സിദ്ധാന്തം അവരിൽ മാത്രമല്ല ഉള്ളത്, അത് ഈ മുസ്ലിം പീർമാരും മെനഞ്ഞെടുത്തിട്ടുണ്ട്. बहरहाल ഇവർ ഉത്തമ സമുദായം എന്ന് പറയപ്പെടാൻ അർഹരാണോ? कि मैंने अपनी बहन को कहा ഏതായിരുന്നാലും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ തുടർന്ന് പറയുന്നു, ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു, क़यामत के दिन നീ നിന്റെ പീർ സാഹിബിന്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം ചോദിക്കണം, जाएगा പീർ സാഹിബ്, ഖിയാമത്ത് നാളിൽ ഓരോരുത്തരോടും അവരവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുകയും തിന്മകൾ കാരണമായി തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ താങ്കളുടെ എല്ലാ ശിഷ്യന്മാരുടെയും പാപം സ്വയം ഏറ്റെടുത്തിരിക്കെ എന്തുമാത്രം ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? मिलने आई അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും പീർ സാഹിബിനോട് ഇത് ചോദിക്കുന്നതാണ്. പിന്നീട് ഒരിക്കൽ അവർ ഖലീഫ അവ്വലിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഖലീഫ അവ്വൽ ചോദിച്ചു, നീ പീർ സാഹിബിനോട് ഞാൻ പറഞ്ഞ ചോദ്യം ചോദിച്ചിരുന്നു? അപ്പോൾ പറഞ്ഞു,
ചോദിച്ചിരുന്നു, നിങ്ങൾ വലിയൊരു കാര്യമായി പറഞ്ഞിരിക്കുന്ന പ്രശ്നം പീർ സാഹിബ് നൊടിയിടയിൽ അത് പരിഹരിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചതെങ്ങനെ? जब फरिश्ते അപ്പൊ സഹോദരി പറഞ്ഞു, എന്റെ ചോദ്യം കേട്ടപ്പോൾ പീർ സാഹിബ് പറഞ്ഞു, तो कह देना മലക്കുകൾ നിന്നോട് ഇന്ന ഇന്ന പാപങ്ങൾ നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നും ഈ പീർ സാഹിബ് ഇതാ ഇവിടെ നിൽക്കുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് നീ ഇഷ്ടമുള്ളത് ചെയ്തോ, നിന്നോട് ആരും ചോദിക്കയില്ല എന്നും. और इस पर वो എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതാ ഇവിടെ ഈ പീർ സാഹിബ്, तुम दौड़ के जब അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. ഇത് കേട്ടാൽ മലക്കുകൾ നിന്നെ വിടും, ഉടനെ നീ ഓടി സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടോളൂ. तुम्हारा जहाँ तक रह गया तो जब ഇനി എന്റെ കാര്യമാണെങ്കിൽ അതും ഒരു പ്രശ്നമില്ല. के गुस्से से कहूंगा ഞാൻ എന്റെ ചുവന്ന് തുറിച്ചു നിൽക്കുന്ന हुसैन ने जो കണ്ണുകൾ കാണിച്ചുകൊണ്ട് क्या वो काफी नहीं മലക്കുകളോട് പറയും, കർബലെ ഞങ്ങളുടെ ഉപ്പാപ്പ അതിലത്ത് ഇമാം ഹുസൈൻ നൽകിയിരിക്കുന്ന കുർബാനി നിങ്ങൾക്ക് മതിയായിട്ടില്ലേ? ഇനിയും നിങ്ങൾ ഞങ്ങളോട് तरीके इख्तियार किए हुए हो, ഞങ്ങളെ തടഞ്ഞു വെച്ച് ചോദ്യം ചോദിക്കുകയാണോ? के बारे में पूछ रहे हो। ലോകത്തുള്ളവർ ഞങ്ങളെ ശരിക്കും ജീവിക്കാൻ വിട്ടിട്ടില്ല. ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും ഞങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ മലക്കൾ നാണിച്ചൊരു ഭാഗത്തേക്ക് മാറി നിൽക്കും. അങ്ങനെ ഞാൻ നെഞ്ചു വീർപ്പിച്ച് കൊണ്ട് പ്രതാപത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ പീർമാരുടെ അവസ്ഥ. वाले बगैर अमाल के ഇന്നത്തെ പീർമാറും ഇങ്ങനെയുള്ളവരാണ്. दोजों की ഒരു പ്രവർത്തനം ഇല്ലാതെ തന്നെ സ്വർഗം നൽകുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരെല്ലാം നരകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നതാണ്. करने वाले हैं और अपने मानने वाले പീറുകളും നരകത്തിൽ പതിക്കുന്നവരാണ്. हकीकत में അവരെ അംഗീകരിക്കുന്നവരും നരകത്തിൽ പതിക്കുന്നവരാണ്. में ഇക്കാലത്ത് करीब की गई है। മനുഷ്യരുടെ സമീപസ്ഥമാക്കിയിരിക്കുന്ന സ്വർഗം मसीह अलैहिस्सलाम ने हमें दिखाए हैं। ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന മാർഗമാണ്. अमाल की വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും മനോഹര വ്യാഖ്യാനങ്ങൾ നൽകി और बिदात സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വ്യർത്ഥവും നിരർത്ഥകവും ബിദ്അത്തുകളുമായ കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ലോകരെ അള്ളാഹുവിനു മുമ്പിൽ കുമ്പിടിക്കുന്നവരാക്കി മാറ്റുന്ന മാർഗമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ. जहाँ तक पीरों का जिक्र है, ये तो उस जमाने के पीरों का नहीं। അങ്ങനെയാണ് സ്വർഗം സമീപസ്ഥമാക്കിയിരിക്കുന്നത്. खलीफा अव्वल ने बयान फरमाया है, ഖലീഫത്തുൽ മസീഹ് അവ്വൽ പറഞ്ഞതുപോലെയുള്ള അവസ്ഥയാണ് ഇന്നുള്ള പീരുമാരുടെയും അവസ്ഥ. पाकिस्तान में भी और हिंदुस्तान में भी, बल्कि अक्सर मुसलमान ममालिक में പാകിസ്ഥാനിലും ഇന്ത്യയിലും जाहिल लोगों का ബഹുഭൂരിഭാഗം മുസ്ലിം നാടുകളിലും तो जो है वो है ही ഉള്ള बहनों का नहीं, बल्कि पढ़े लिखे लोगों का भी है, പാമരരും अपने आप को വിദ്യാസമ്പന്നരുമായ ആളുകളും എല്ലാം ഈ പീർമാരുടെ വലയത്തിലാണ്. दान भी हैं। कई का मुझे ഞങ്ങൾ വിദ്യാസമ്പന്നരാണെന്ന് പറയുന്ന പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചിലർ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. ചിലരെ എനിക്ക് തന്നെ അറിയാം. അവർ നമസ്കരിക്കുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ചെയ്യില്ല. എന്നാൽ അവർ പീർമാരുടെ ശിഷ്യരായിരിക്കും. कुरान करीम के അവരുടെ ദുആ തങ്ങൾക്ക് മതിയായതായി അവർ കാണുന്നു. സ്വർഗങ്ങൾ ഈ രീതിയിൽ അടുപ്പിക്കപ്പെടുകയാണെങ്കിൽ, അത് ലഭിക്കുമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളുടെ ആവശ്യമൊന്നും എന്തിരിക്കുന്നു? വിശുദ്ധ ഖുർആന്റെ തന്നെയും ആവശ്യമില്ല. കാലഘട്ടത്തിന്റെ ഇമാമിനെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞ നാം അനുഗ്രഹീതരാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. പലരും തന്നെ എന്നോട് ദുആക്ക് വേണ്ടി പറയാറുണ്ട്. किया करता हूँ, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠരാണോ എന്ന് ചോദിച്ചാൽ അവർ അല്ല എന്നാണ് മറുപടി പറയുക. कबूलियत में मददगार बनो। ഞാൻ അവർക്ക് നൽകുന്ന മറുപടി ഇതാണ്: നിങ്ങൾ ആദ്യം ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആ മുഖേന എന്റെ ദുആ സ്വീകരിക്കുന്നതിന് സഹായികളായി മാറുക. जो आज़ रसूलुल्लाह ने ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ एक मरतबा एक सहाबी നിലനാട്ടിയ മാതൃകയുടെ അടിസ്ഥാനത്തിലാണ്. खिदमत में दुआ के लिए हाजिर होकर अर्ज किया, ഒരിക്കൽ ഒരു സഹാബി मैं दुआ करूंगा, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ദുആക്ക് അപേക്ഷിക്കുകയുണ്ടായി. नक्शा അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ദുആ ചെയ്യുന്നതാണ്, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ദുആ മുഖേന എന്നെ സഹായിക്കുക എന്നാണ്. अपने लिए दुआएं करो। ഒരു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിത്തീരേണ്ട മനോഹര ദൃശ്യമാണിത്. भी अपनी दुआओं को തങ്ങളുടെ അവസ്ഥ ശരിയാക്കുകയും തങ്ങൾക്കായി ദുആ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം पा सकती हैं। ആരോടാണ് ദുആക്ക് വേണ്ടി പറയുന്നത്, सुन्नत ദുആ മുഖേന അവരെ സഹായിക്കുകയും ചെയ്യുക. हुए तरीके बता തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തിരുനബി പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴാണ് ദുആകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. जिंदगी बसर ഈ ദുആകളിലും
ദീനിന്റെ ഉന്നമനത്തിനായുള്ള ദുആക്ക് പ്രാധാന്യം നൽകേണ്ടതാണ്. वो अजीम इनकलाब ഈ ചിന്താഗതിയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുകയും आ हजरत ദുആയിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ अजीम गुलाम को दुनिया में തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമുടയവനായ ഈ ദാസനെ അയച്ചുകൊണ്ട് ഈ ലോകത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച വിപ്ലവം इस तरीके के मुताबिक ढाल ഇത് മുഖേന ഇവിടെ സംജാതമാവുകയുള്ളൂ. अपने हम ആ മഹാത്മ വന്നതിലൂടെ സ്വർഗം മനുഷ്യന്റെ സമീപസ്ഥമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ അഹമ്മദിയും തങ്ങളുടെ ചിന്താഗതികളെ ഈ രീതിയിൽ പരിവർത്തന വിധേയമാക്കേണ്ടത് ആവശ്യമാണ്. सच कहता हूँ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഈ ദിശയിലേക്ക് തിരിച്ചുവിടുക. हाँ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലെ ചില ഉദ്ധരണികൾ ഞാൻ വായിക്കുകയാണ്. പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ദീനിനോടൊപ്പം ദുനിയാവും सुना गया ഒന്നിച്ചു ചേരുകയില്ല. ദീനിന്റെ സേവകൻ എന്ന നിലയിൽ മാത്രം ഒന്നിച്ചു ചേരുന്നതാണ്. എന്നാൽ ശിർക്ക് എന്ന നിലയിൽ ഒരിക്കലും ചേരുന്നതല്ല. करता है അള്ളാഹുമായി സംശുദ്ധമായ ബന്ധമുള്ള ഒരാൾക്ക് ഭിക്ഷയാചിക്കേണ്ടി വന്നതായി ഇതുവരെ കേട്ടിട്ടില്ല. അള്ളാഹു അങ്ങനെയുള്ള വ്യക്തികളുടെ മക്കളിൽ പോലും കരുണ കാണിക്കുന്നു. ഇതാണ് സ്ഥിതിയെങ്കിൽ എന്തുകൊണ്ട് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളെ ഒന്നിപ്പിക്കാൻ നാം ശ്രമിക്കുന്നു? ബയ്യത്തിൽ പറഞ്ഞ പ്രകാരം ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നവരെ ആയിരിക്കും നമ്മുടെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി ഗണിക്കുക. ഈ പ്രതിജ്ഞ പരിഗണിച്ചുകൊണ്ട് ആരാണോ അള്ളാഹുവിലേക്ക് തിരിയുന്നത്, അള്ളാഹു അയാൾക്ക് ശക്തി നൽകുന്നതാണ്. പറയുന്നു, സഹാബാക്കളുടെ അവസ്ഥ കാണുമ്പോൾ സന്തോഷം വരുന്നു. അള്ളാഹു അവരെ ഏത് രീതിയിലാണ് പരിശുദ്ധീകരിച്ചിരിക്കുന്നത്. ഹദ്റത്ത് ഉമറിനെ നോക്കൂ, ഇസ്ലാമിൽ വന്നതിന് ശേഷം എന്തൊരു മാറ്റമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിത്തീർന്നത്. ഇതേപോലെ നമ്മുടെ ജമാഅത്തിൽ ഉള്ളവരിൽ ആരിലാണ് ഈ രീതിയിലുള്ള ഈമാൻ വളർന്നു വരിക എന്ന് നമുക്കറിയില്ല. അള്ളാഹു ആലിമുൽ ഗൈബാണ്. തങ്ങളുടെ കഴിവുകൾ വളർന്നു വന്ന് ഒരു ജമാഅത്ത് രൂപീകരിക്കാൻ കഴിയുള്ള ആളുകൾ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? ഒരു കാര്യം ഓർമ്മ വെക്കുക, ഏതൊരു ജമാഅത്തിന്റെ കാൽവെപ്പ് അള്ളാഹുവിന് വേണ്ടിയല്ലയോ, അവരെ കൊണ്ട് എന്ത് നേട്ടം? അള്ളാഹുവിന് വേണ്ടി മുന്നോട്ട് കാൽവെക്കുക എന്നത് അള്ളാഹു അവരോട് തൃപ്തിപ്പെടുകയും റൂഹുൽ ഖുദ്സ് കൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. തങ്ങളുടെ ദേഹേച്ഛകളെ ത്യാഗം ചെയ്യാത്തിടത്തോളം കാലം ഇവ നേടിയെടുക്കാൻ സാധ്യമല്ല. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ വഇന്നൽ ജന്നത ഹിയൽ മഅവാ. हुआ और उसने अपने नफ्स को हवस തന്റെ നാഥന്റെ സ്ഥാനമാനത്തെ ഓർത്ത് ഭയപ്പെടുകയും ദേഹേച്ഛകളിൽ നിന്ന് തന്റെ നഫ്സിനെ തടയുകയും ചെയ്തവരാരോ നിശ്ചയമായും അവരുടെ വാസസ്ഥലം സ്വർഗമായിരിക്കും. പറയുന്നു, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ സ്വർഗീയ ജീവിതം എവിടെ വെച്ച് തുടങ്ങും എന്നതാണ്. ദേഹേച്ഛകളെ നിയന്ത്രിക്കണം. अल्फाज से जिस मुकाम को ताबीर किया है സൂഫികൾ ആത്മീയതയിൽ ഫന എന്ന സ്ഥാനത്തെ കുറിച്ചെല്ലാം പറഞ്ഞത് യഥാർത്ഥത്തിൽ നഹൻ നഫ്സ അനിൽ ഹവ എന്നതാണ്. इसके नीचे हो फिर फरमाते हैं നിന്റെ നഫ്സിനെ ദേഹേച്ഛകളിൽ നിന്നും വിട്ടു നിർത്തുക. बार बार इसलिए कहता हूँ कि खुदा ताला ने ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം ഈ ജമാഅത്തിനെ രൂപീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതിന്റെ പൊരുൾ എന്നത് ലോകത്ത് നിന്നും ഇല്ലാതായി പോയ ദൈവീക ജ്ഞാനം पाई नहीं जाती उसे ഇക്കാലത്ത് ഇല്ലാതായ യഥാർത്ഥ തഖ്വയും വിശുദ്ധിയും आमतौर पर വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. उलमा अपने इल्म की ലോകത്ത് അഹങ്കാരം പൊതുവിൽ വ്യാപിച്ചിരിക്കുന്നു. को देखो तो उनकी हालत ഉലമ അവരുടെ അറിവിന്റെ ഹുങ്കിലും പൊങ്ങച്ചത്തിലും അടിപ്പെട്ടിരിക്കുകയാണ്. को इस्लाह ഫുഖറാക്കളാണെങ്കിൽ അവരുടെ അവസ്ഥ മറ്റൊന്നായിക്കൊണ്ടിരിക്കുകയാണ്. उनकी गरज व गायत सिर्फ ആത്മസംസ്കരണവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. और रियासतें भी कुछ വെറും ശാരീരിക കാര്യങ്ങൾ മാത്രം അവർ ശ്രദ്ധിക്കുന്നു. और ही किस्म हैं जैसे जिक्र रब അതുകൊണ്ട് അവരുടെ പ്രയത്നങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം नहीं चलता വേറൊരു രീതിയിലാണ്. जो हज़रत അവ നമുക്ക് പ്രവാചക ചര്യയിൽ നിന്നും നിർഗളിച്ചതായി ഒരറിവുമില്ല. फरमाया मैं അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ നിന്നും നമുക്കത് തെളിയുന്നില്ല. नहीं सिर्फ जिस्म അവർക്ക് ശരീരം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. व निशान नहीं ആത്മീയതയുമായി ഒരു ബന്ധവും അവർക്കില്ല. और ना कोई हकीकत അവരുടെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതല്ല. അത് ദൈവിക ജ്ഞാനത്തിന്റെ യഥാർത്ഥ പ്രകാശം നൽകുന്നതല്ല. അതുകൊണ്ട് ഈ കാലം പൂർണ്ണമായും കാലിയാണ്. പ്രവാചകചര്യ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനെ മറന്നുകളഞ്ഞിരിക്കുകയാണ്. നുബുവത്തിന്റെ ആ കാലം വീണ്ടും വരണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. തഖ്വയും വിശുദ്ധിയും വീണ്ടും നിലയാടട്ടെ. ഇതെല്ലാം ഈ ജമാഅത്ത് മുഖേന സ്ഥാപിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. की इस्लाह की तरफ तुम तवज्जो അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാഹിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസ്ലാഹിന്റെ യഥാർത്ഥ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹപ്രകാരം अपनी जिंदगी
അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ നാമും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇവിടെ വരാൻ വിധിച്ചിരിക്കുന്ന ആ മഹാവിപ്ലവത്തിന്റെ ഭാഗമായി തീരുമാറാകട്ടെ. ആ വിപ്ലവം ഇൻഷാ അല്ലാഹ് അദ്ദേഹം മുഖേന ഇവിടെ വരുന്നത് തന്നെയാണ്.